സ്വഭാവത്തെ ഉൾക്കൊള്ളുന്നത് ബഗിയാണ് കഴിഞ്ഞ വിന്യാസം ചെന്ന് അത്തഖല്ലുഖു ബി അഖ്ലാഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതാകും. റബീഉൽ അവ്വലിന്റെ ഏറ്റവും വലിയ സന്ദേശം അതാണ്. റബീഉൽ അവ്വൽ തീരുമ്പോൾ നല്ലൊട്ടിയെ ഞാൻ കേൾക്കണം എന്ത്ര സ്വഭാവം നല്ലൊട്ടിയെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധാരാളം അഖ്ലാഖുണ്ടല്ലോ. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം താണ് ഖുർആൻ ചൊല്ലുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ അഡ്രസ് എന്തിനാണ് കേട്ടെങ്കിൽ നല്ല സ്വഭാവത്തെ ആളുണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നല്ല സ്വഭാവങ്ങൾ. അതിലൊരു സ്വഭാവമാണ് കഴിഞ്ഞ വാരം ഞാൻ ചൊന്നത്. എല്ലാവർക്കും മാഫ് കൊടുക്കണമെങ്കിൽ നല്ല ഗുണം, എല്ലാവർക്കും ക്ഷമിക്കണമെങ്കിൽ നല്ല ഗുണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉഹദ് യുദ്ധത്തിൽ കല്ലെറിഞ്ഞാറ് പല്ല് ഷഹീദായിട്ട് മുഖത്തെ രക്തം ഇങ്ങനെ വന്നുകൊണ്ടുണ്ടോ. ആ സമയത്ത് സ്വഹാബത്ത് ഭയങ്കര ബേജാറായിട്ട് അപ്പോഴും ഈ രക്തം കീൽ പോലൊക്കെ ഈ രക്തം കീൽ പോലൊക്കെ തീരാ എൻ്റെ കീൽ പോകുന്നെങ്കിൽ ഈ സമൂഹം മൊത്തം നശിച്ചു പോകും. ആരെ രക്തമാണ് കീൽ പോകുന്നോണ്ടുള്ളത്? സയ്യിദുൽ അംബിയ ആയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോര നിലത്തേക്ക് പോകുന്നെങ്കിൽ ഇങ്ങും പോവാർ അങ്ങും പോവാർ എല്ലാവരും നശിക്കുവാർ. ഏത് ആൾമാരാണോ രക്തം പെർപ്പാട്ടിയെ അങ്ങനെ നശിക്കുക തീരാണ്ട് ഒരാൾ വിചാരിക്കുന്നുണ്ടായെങ്കിൽ ആ നേതാവിടെ മനസ്സെന്തായിട്ടിരിക്കും നിങ്ങൾ നോക്കുള്ളൂ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഈ രക്തത്തെ ഇങ്ങനെ സവർറേണ്ടി കീൽ പോലണ്ട അങ്ങ് മരിച്ചു പോവാറ് നശിച്ചു പോവാറ് അദാബറം കൊണ്ടുള്ള പേടി. സ്വഹാബത്ത് വന്നിട്ട് കേട്ടാറ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയുള്ള പ്രയാസങ്ങൾ സഹിക്കണം എനിക്കെതിരെ ഒന്ന് ദുആർക്കുള്ളൂ. അപ്പൊ ചൊന്നത് ഇന്നി ലം ഉബഅസ് ലആനൻ ഒരിക്കലും ശപിക്കടങ്കത്തെ ആളായിട്ട് തന്നെ നിയോഗിക്കപ്പെട്ടിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് സ്വന്തത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിയാക്ഷൻ ആക്കിയിട്ടില്ല. അതേ സമയത്ത് ദീനിനെതിരായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പം മുഖ ചോപ്പായോണ്ടിരുന്നു ശക്തമായി അർശ വന്നുകൊണ്ടിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരെ അസവറാത്ത ആളുണ്ട് വിചാരിച്ചിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശ വരും എപ്പോ അള്ളാഹുടെ ശരീഅത്തുൽ ഇസ്ലാം എന്തെങ്കിലും വൈത്തുണ്ടായെങ്കിൽ ഇതൻ തുഹിക്കത്ത് ഹുറുമാത്തുല്ലാഹ് ഉണ്ടതൊക്കെയല്ലേ സ്വഹാബത്തുള്ള ഗൊന്തൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിൽ അത് എന്തായാവോ അർശ വന്നിരും തോന്നും. അങ്ങനെ ഭയങ്കര. അതേ സമയത്ത് സ്വന്തത്തിൽ എന്തോ ആയെങ്കിൽ ആ സമയത്ത് മാഫാപ്പെടും. അവ ചൊന്നത് ഞാൻ ക്ഷമിക്കുന്ന ആളായിട്ട് നിയോഗിക്കപ്പെട്ടതല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മയ്യാക്കിയില്ല ദുആർക്കട് അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. എൻ്റെ കൗമുക്ക് നീ പുറത്തു കൊടുക്കണം റബ്ബേ എനിക്ക് എന്തും ഗൊന്തില്ലാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില റിപ്പോർട്ടുണ്ട് അല്ലാഹുമ്മ ഹ്ദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. എൻ്റെ കൗമുടെ നേരായ ചെറുക്കൊന്ന് കൊമ്പ അല്ലാഹ് അങ്ങ് ഗൊന്തില്ല അറിവില്ല കുപ്പതറാക്കിയിരിക്കുവാർ അത് വേറെ വിഷയം. പക്ഷേ നീ എനിക്ക് മാഫ് കൊടുക്കണോണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ സ്വന്തത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ മാഫ് കൊടുക്കണമെങ്കിൽ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സ്വഭാവം എൻ്റെ ജീവിതത്തിലും കൊമ്പറവ് എന്നെ കൊണ്ട് സാധ്യമാവണം. ഇതാണ് ഏറ്റവും വലിയ ഖുലുഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ ത്വായിഫുക്ക് പോയി മക്കക്കാർ സഹകരിച്ചുകൊണ്ടില്ല. ത്വായിഫുക്ക് പോയിട്ട് അവിടെ കുടുംബക്കാരുള്ള സഹകരിക്കുവാറുണ്ട് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഗൊന്തുണ്ട് കല്ലെറിഞ്ഞാറ് പ്രയാസപ്പെടുത്തിയാറ്. അങ്ങനെ വരുമ്പോൾ പർവ്വതങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്നിട്ട് ചൊല്ലു രണ്ട് പർവ്വതത്തെ ഇടയിൽ അങ്ങനെ പിരിച്ചിട്ട് നറുക്കിടപ്പതാണ് നീ ഒന്ന് അനുമതി തന്നെ മയ്യാവും. ചെന്നപ്പോഴും അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. എൻ്റെ കൗമുക്ക് നീ പുറത്തു കൊടുക്കണം റബ്ബേ എനിക്ക് ഗൊന്തില്ല വേണ്ട. ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും മുർത്ത നന്നായി മയ്യാവുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഇതാണ് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽഗുണങ്ങൾ. കോടിക്കണക്കിന് ആൾമാർ എന്തുകൊണ്ടാണ് നേതാവിടെ സ്നേഹിച്ചാർ ഒത്തുണ്ട് വെറുതെ എന്തുമല്ല ഇങ്ങനത്തെ അഖ്ലാഖാണ് എല്ലാവരും വായിക്കട്ടെ. അതുകൊണ്ട് എങ്ങനെ സ്നേഹിക്കാണ്ടിക്കോ. ഗാന്ധിജി അടക്കം ചൊന്തു ഭയങ്കര സ്നേഹമാണ്, നെഹ്റു അടക്കം ഭയങ്കര സ്നേഹമാണ്. എത്ര ആൾമാർ കഞ്ഞിപ്പോയ എനിക്കത്തെ അമുസ്ലിം നേതാക്കന്മാർ വരെ എങ്ങനെ സ്നേഹിക്കാണ്ടിക്കൊണ്ടാകേക്കട്ടെ ഈ നേതാവിടെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം കണ്ടതെല്ലാം ചരിത്രത്തിൽ ഇത് മാത്രമാണ്. ഞാൻ എപ്പോഴും ചൊല്ലുന്നത് ഞങ്ങളുടെ നേതാവ് ഇതാണ്. ആ പടിപ്പാട്ട് ഇസ്ലാമിയുടെ നങ്ങ കളങ്കാക്കോ തീരാണ്ടാണ് ഞാൻ ചൊന്നുകൊണ്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേര് പണ്ട് എല്ലാവരും ചൊല്ലോ അങ്ങനെ ചൊന്നിട്ട് പേരിക്കടാറ്. ഒരിക്കലും അങ്ങനെയല്ല. ഞങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെയും ശപിക്കാതെ നേതാവാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചെന്നല്ല ഒരു പെണ്ണിടെയും അടിച്ചിട്ടില്ല, ഒരു ഖാദിമുടെയും അടിച്ചിട്ടില്ല, ഒരാളെയും അടിച്ചിട്ടില്ല, ഒരാളെയും പറഞ്ഞിട്ടില്ല. എന്ത് സ്വന്തത്തിനെതിരെ വന്നെങ്കും അതിന്റെ പൊറുക്കുടെങ്കിലത്തെ വിശാലമായ മനസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു കൊടുത്തു. ഖുർആൻ ചൊന്നത് അലം നശ്റഹ് ലക സദ്റക്
നിങ്ങളുടെ ഹൃദയത്തെ അത്രയും വിശാലമാക്കിയില്ല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനത്തെ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നല്ല ഗുണം, മാഫാക്കണമെങ്കിൽ നല്ല ഗുണങ്ങൾ നമുക്കുണ്ടാവണം. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇതാണ് പിൽക്കാലത്ത് വന്ന മഹാന്മാരെല്ലാം സ്വീകരിച്ചത്. അതാണ് സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, റഈസു സാഹിദീൻ, ഔലിയാക്കളുടെ നേതാവാണ്. ആ മഹാൻക്ക് അവർക്ക് ആരോഗ്യത്തെ സമാടിച്ച ഒരു പട്ടാളക്കാരൻ ഭയങ്കര അടികിട്ടിട്ട് അടിച്ചിട്ട് ലാസ്റ്റ് ലോൺ ഇതാരും ഗൊന്തില്ലെന്ന് അവസാനം ചെന്നാറ് അത് ഇബ്രാഹിം ഇബ്നു അദ്ഹം വലിയ ഒരാളിനാണ് നീ അടിച്ചില്ലേ. ചില്ലറാളെന്തോല്ല അയാൾ ചെന്നപ്പോ ഓൺ ഓടി പോയിട്ട് അയാളൊട്ടിയ മാഫ് കേട്ടാണ്, എനിക്കൊന്ന് നിങ്ങൾ മാഫാക്കോ. അപ്പൊ അയാൾ ചോദിച്ചു, നിന്റെ മാഫാക്കോ എന്തോ ഇല്ല, നീ എന്നൊക്കെ അടിക്കുമ്പോ നിക്കല്ലാഹു പുറത്തു തരണോ, സ്വർഗം തരണോട്ടാണ് ഞാൻ തുറന്നോണ്ടിന്നെ. അയാൾ ചോദിച്ചു. ഈ ചരിത്രം വായിച്ചപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടുവോ. ദുനിയാവുടെ ആധുനിക ആൾമാരുടെ ഭാഷയിൽ ഞങ്ങൾ വെഡിങ് ആയിട്ട് എന്ത് പറഞ്ഞു, ഞങ്ങൾ കുറച്ച് അടിച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ദ്വാരക്കോളൂ അള്ളാഹു സ്വർഗം ദ്വാർക്ക് പറഞ്ഞു. നാദുവാർക്ക് എന്റെ വിഷയമാണ്, നാദുവാർക്ക് അടിച്ചോണ്ടിരിക്കുമ്പോ അപ്പൊ ഞങ്ങൾ വിചാരിക്കട്ടെ ആധുനിക ഞങ്ങൾ വലിയ നേതാക്കന്മാർ, ഞങ്ങൾ വിചാരിക്കട്ടെ എന്തോ ഒരു വെഡിങ് പോവാം, ഇങ്ങനെ ഒരു മെച്ചന്മാരുള്ളാറാ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷയിൽ അക്സറു അഹ്ലിൽ ജന്നത്തി അൽ ഖുൽബ്, സ്വർഗ്ഗത്തെ ആൾമാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആറ് വന്നുണ്ട് ഈ ചൊന്നെങ്കിൽ. ഞങ്ങളുടെ ഭാഷയിൽ കുറെ വെഡിങ് ഞങ്ങൾ പാസ്സാക്കിയതല്ലേ, അങ്ങനെല്ലാം എവിടെ കിടാറ് വന്നുണ്ട്. നാളെ പോകുമ്പോ സ്വർഗത്തിലെ രാജാക്കന്മാരായിട്ട് കിടാറ് ഞങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടേ ബാക്കി. ഇത് ആറ് പോവാം, ഞങ്ങളുടെ തമാശാക്കിയെങ്കിൽ കളിയാക്കിയെങ്കിൽ ആൾമാരല്ല ഇവിടെ സ്വർഗത്തിലുള്ളാറല്ലേ. അപ്പൊ ഇങ്ങനത്തെ ആൾമാർ സ്വർഗത്തിൽ പോണ്ടാറ് ചെന്ന് അങ്ങ് ദണ്ഡനെ സ്വീകരിച്ചാർ, അങ്ങ് ചെറുതായ അങ്ങ് പിന്നെയും ചെറുതായാൽ അതൊക്കെ അങ്ങ് റെഡിയായാൽ. അതാണ് സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ചൊല്ലെ. കാരണം നീ നാണ് നിരപരാധിയായ നക്കാണ് നീ അടിച്ചോണ്ടുള്ളൂ, വെറുതെ അടിച്ചോണ്ടുള്ളൂ. അപ്പൊ ആ കാരണം കൊണ്ട് നക്ക് സ്വർഗം കിട്ടും, അള്ളാഹുടെ വിട്ടെന്നാ വലിയ ആളാവും. അപ്പൊ നക്ക് സ്വർഗം കിട്ടുമോ കാരണമായ നീ നരകത്ത് പോകീരല്ലേ. അതുകൊണ്ട് നീയും സ്വർഗത്ത് പോകണമെന്ന് ചൊന്നിട്ടു ഞാൻ തുറന്ന്. പ്രിയപ്പെട്ട സഹോദരൻ, ഇതാണ് ഏറ്റവും നല്ല സ്വഭാവം ചൊല്ലത്. ഇതാണ് അള്ളാഹു നമ്മളെ എല്ലാം നന്നാക്കി തരുമാറാവട്ടെ. ഞാൻ ഉറുദി ചൊല്ലവും കേൾക്കവും മാത്രം സിമിത്തങ്ങമയാവർ എൻ്റെ ലൈഫിലും ഇത് പകർത്തുക എന്നെ കൊണ്ട് സാധ്യമാവും. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു താബിഈങ്ങളുടെ നേതാവാണ്. അയാൾ ചൊന്നൊരു പലക്കമുണ്ടില്ല, അത് അതാക്കണ അക്വാമൻ ഞങ്ങൾ കുറേ ആൾമാരെ കണ്ട അങ്ങ് ആറ് കൊന്തുണ്ട നിങ്ങമിത്തു അങ്ങനെ കണ്ടെങ്കിൽ നീങ്ങ ചൊല്ലത്താറ് മജാനീൻ പിനാന്തന്മാർ അങ്ങാണ്ട് ചൊല്ലത്താർ ಒಂದು ಸಮಯ ಇಲ್ಲ ಅಂದ್ರೆ ഇങ്ങനെ അത്ര കേട്ടിട്ട് പോകീറാവാ. അയാൾ പിന്നെയും ചൊന്തു നിങ്ങളെ മിത്തു അങ്ങ കണ്ടെങ്കിൽ ചെല്ലത്താറില്ല കാലു ഷയാത്തിയും ചെല്ലത്താറ്. ഞങ്ങളെ പോലത്തെ കണ്ടെങ്കിൽ നമ്മൾ ഈ സീറ്റ് എങ്ങനെ ഇട്ടുണ്ടെല്ലാം നോക്കണ്ട, ഞങ്ങൾ ഭയങ്കര ജമാഅത്ത് വന്നിട്ട് അതെന്ത് നോക്കണ്ട. ഞങ്ങളെ മിത്തു അങ്ങനെ ഞങ്ങൾ കണ്ടെങ്കിൽ ഞങ്ങൾ ചെല്ലവിടെ അങ്ങനെ പിരാന്തരും അങ്ങനെ ഞങ്ങളെ കണ്ടെങ്കിൽ ചൊല്ലേ ശൈത്താന്മാർ ഇതെന്തു ശൈത്താന്മാർ വന്നുകൊണ്ടുള്ളാറുണ്ടാന്ന് ചൊല്ലി പിരാന്തായങ്കാവും നഴുതുമില്ല അള്ളാഹു കാക്കട്ടെ. ശൈത്താനായങ്കാവും ശൈത്താനെ നരകത്തിയല്ലേ കൊണ്ട് പിരാന്തായവൾ എന്ത് തക്ലീഫും ഇല്ലല്ലോ, അള്ളാഹു ഒന്നും കേൾക്കില്ലല്ലോ ഉണ്ടോട്ടി. അപ്പൊ വെച്ചാൽ അങ്ങ് പിരാന്തന്മാരുണ്ട്. അങ്ങനെ ഒരു കിതാബേ ഉണ്ട്, ഒക്കറാവുൽ മജാനിയും ചൊന്നു ബുദ്ധിയുള്ള പിരാന്തന്മാരുണ്ട്. ബുദ്ധിയുള്ള പിരാന്തന്മാർ അതെങ്ങനെ അങ്ങ് ഈ ചൊന്ന ആൾമാറാണ്. ഞങ്ങൾ വിധിയത്തിൽ ആൾമാറുള്ളാറുണ്ട് സമയം ഞാൻ ചൊന്നിട്ടു അങ്ങ് നാളെ സ്വർഗത്തിൽ കൊണ്ടാറുണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അപ്പൊ ഇങ്ങനത്തെ നല്ല ഗുണങ്ങൾ സ്വീകരിക്കുക. സ്വന്തത്തിൽ എന്ത് വിഷയം വരുമ്പോഴും മാഫ് കൊടുക്കണമെങ്കിൽ കടിച്ചു പിടിക്കണമെങ്കിൽ നല്ല ഗുണങ്ങൾ സ്വീകരിക്കുക ആവണമെന്ന് ചൊല്ലത് ഭയങ്കര വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഒരു അറാബിയായ ആള് ജാഹിലായ ആള് വന്നിട്ട് മൂത്രവീഴ്ത്തിയപ്പോ ആ സംഭവം എല്ലാവരും കൊന്തുണ്ടു. മൂത്രവീഴ്ത്തിയപ്പോ സ്വഹാബത്ത് അർസവറും പള്ളിയിൽ വന്നിട്ട് മൂത്രവീഴ്ത്തി എന്താവും സ്വഹാബത്ത് ഭയങ്കര അർസവന്ത് എല്ലാവരും അടിക്കോ പോകുമ്പോലെ ഉണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു എന്തോ ആക്കണ്ട മൂത്രവീഴ്ത്തി കൊണ്ടുണ്ടു. അപ്പൊ അയാൾ ഫുള്ള് മൂത്രവീഴ്ത്തിട്ട് അയാൾ പുറത്തുപോയി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനൊട്ടിയെ ചൊല്ലേ സുബ്ബു അലൈഹി ദനൂബൻ മിനൽ മാ, തണ്ണി വീത്തിട്ട് ക്ലിയർ ആക്കോറുണ്ട് ക്ലീൻ ആക്കോറുണ്ട് ശിഷ്യന്മാരൊട്ടി പടിപ്പാട്ടി ഉണ്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര വിഷയം. പള്ളിയിൽ മൂത്രവീഴ്ത്തി ചോക്കി മൂത്രവീഴ്ത്തി നിങ്ങൾ അത്രയും ചെല്ല മൂത്ര ഏതായാലും വീത്തിയ അവനെ ക്ലീൻ ആക്കോട്ടെ അത്രയും ചെല്ലുവാണ്. പക്ഷെ ഇവിടെ ഈ അഖ്ലാഖ് കണ്ട് ഭയങ്കര ഇസ്ലാമെല്ലാം കടന്നുകൊണ്ടാണ് ഭയങ്കര വിഷയമാണ്. അപ്പൊ എന്തേ ഓടുവാട്ടില്ല ചെന്ന് നിപ്പാട്ടില്ല എന്തേന്ന് ഒന്നുകൊണ്ട് തൊന്തരാവും ഇമാമിങ്ങനെ ചൊല്ലുക സഡൻ മൂത്ര നിപ്പാട്ടി ബുദ്ധിമുട്ടാവും. രണ്ടാമത് അയാൾ ഓടുവാട്ടി ഇടീ പള്ളി നൈസാക്കും അവൻ സഞ്ഞി ഇനി ಗೊತ್ತಿല്ലല്ലോ എന്തിനും ചൊന്നു. അതുകൊണ്ട് തടഞ്ഞിത്തും വീത്തിലെല്ലാം പോട്ടെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചെല്ല നിങ്ങൾ ക്ലീൻ ആക്കോറുണ്ടാ ചൊന്നു. ഇതെല്ലാം ഇയാൾ കണ്ടു നിൽക്കണം. പിന്നെ ഇയാൾ മുസ്ലിം ആവും വേറെന്ത് വേണമെന്നാ അയാൾ പുറത്തു പോയിട്ട് ഒരു ദുആ അല്ലാഹുമ്മ അർഹംനി വ മുഹമ്മദൻ അല്ലാഹുമ്മ അർഹംനി വ മുഹമ്മദൻ നക്കും മുഹമ്മദ് സല്ലല്ലാഹു അയാൾ മാത്രം നീ റഹ്മത്താക്കണം. ഈ അവിടെ കുറേ ആളുള്ള എൻ്റെ ജോറാക്കിയാണ് അങ്ങാറും നീ റഹ്മത്താക്കണ്ട ദുആ. അപ്പൊ അയാളെ മനസ്സങ്ങ് ചേഞ്ച് ആയിട്ട് ഇങ്ങളൊട്ടി അസവന്ത അയാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടി അസവ അത്രയും
അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്ന് അങ്ങനെ ദ്വാർക്കണം. കാരണം അള്ളാഹുടെ റഹ്മത്ത് നക്കും നിക്കും മാത്രമല്ല, എല്ലാവർക്കും കിട്ടട്ടെ, ഒരു തൊന്തരയില്ല. ആർക്കും വേണം കൊടുക്കാൻ പറ്റിയ ആളല്ലേ പഠിച്ചോളൂ, ആർക്കും കൊടുക്കാം. ചിലന്മാർക്ക് ദ്വാർക്കോ എല്ലാം പോയി ഗ്യാസിനോദൊക്കെ 3 ദ്വാരത്തിൻ്റെ ദ്വാരം ബേജാർ അവിടെ ഉണ്ടോ, എങ്ങനെ ദ്വാരം? അത് നിന്റെ അയാൾക്ക് മാത്രം ദ്വാർക്കുള്ളൂ, അത് ഇക്കട്ടാണ്. അങ്ങനെ എന്തില്ല, പഠിച്ചോണ്ട് ഖജന വിശാലം. അപ്പൊ അവിടെ നിന്ന് ദ്വാരക്കളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കണം, അമ്പിയാക്കന്മാർ കൊടുക്കണം, എല്ലാവരും കൊടുത്ത് ലാസ്റ്റ് 3 ദ്വാരത്ത് ഇമ്മാതിരി സീരണിയാക്കിയിട്ട് ലാസ്റ്റ് കണ്ട് നന്റെ ഒത്തും മറിച്ച് അപ്പൊക്കെ ദ്വാ കിട്ടിയാലും ബേജാറാവണോട്ടില്ല. എന്ത് ഇത് കൊടുക്കണമെന്ന് ആണുണ്ടായി നിങ്ങൾക്ക് വന്നിട്ട് ചെല്ലാൻ ഫസ്റ്റ് നന്റെ അപ്പയ്ക്ക് കൊടുക്കണോ, ഇത് കൊടുക്കണമെന്ന് അല്ലാഹു അല്ലേ, വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്. 6 കൊടുത്തെങ്കിൽ തീരാത്ത ഖജനാവുള്ളെങ്കിൽ എത്ര റബ്ബാണ്. സ്വർഗത്ത് ലാസ്റ്റ് പോകണമെങ്കിൽ എത്ര ഒരാളുള്ളൂ, ലാസ്റ്റ് അയാൾ പേരെ ജഹന്നമീൻ്റെ നരകത്തെ എടുത്തിട്ട് ലാസ്റ്റ് സ്വർഗത്തെ പോകേണ്ട ഒരാള്. അയാൾ ഇങ്ങനെ പോകുമ്പോ അയാൾ വിചാരിക്കല് സ്വർഗത്തെ മൂലയിൽ എങ്ങനെ ജാഗിക്കൊണ്ട് അള്ളാഹുടെ ദ്വാർക്കും അങ്ങനെ ദ്വാർക്കോ തീരാണ്ട് സ്വർഗത്തെ മൂലയിൽ ഒരു ജാഗ തരണോ ദ്വാർക്കലെങ്കിലുള്ള എന്റെ അള്ളാഹു അത്ര വലിയ വഹീല നഅൂദുബില്ലാഹ്. അള്ളാഹു ഞങ്ങളെ കാക്കട്ട് ഇല്ലാത്തവണ്. അള്ളാഹു മൂലയിൽ ജാഗ തരണോ ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നെ ഫിർദൗസ് എനിക്ക് കേൾക്കറും വലുത് ഫിർദൗസ് ചൊന്നെങ്കിൽ അത് റബ്ബാണ് അർശുർ റഹ്മാനുള്ള റഹ്മാനായ റബ്ബുടെ അർശൗടെയാവും. അത്ര വലിയൊക്കെ നീ കയ്യിലൊരു കേക്കരുത്, വലുത് കേക്കല്ലേ, അള്ളാഹുടൊട്ടിയല്ലേ കേക്കലേ, കിട്ടിയും കിട്ടല്ലേ, രാജകുമാരിയുടെ മങ്ങിലാവണല്ലോ. അപ്പൊ ഇങ്ങനെ ചൊന്നിട്ട് തെച്ചെങ്ങനെയാവാ ഒന്ന് കേക്കലെ പോയിട്ട് അത്ര ഭയങ്കര പലക്കല്ലേ. അപ്പൊ നീ ബേജാറായിരുന്നാ, ഇത് റബ്ബുടൊട്ടിയാണ് കേട്ടോണ്ടുള്ളേ, അവന് രാജാതി രാജാവാണ്, അവനൊട്ടി എന്ത് വേണമെങ്കിൽ കേൾക്കാം. അതുകൊണ്ട് നീ റഹ്മത്തരെ ഇക്കട്ടാക്കണ്ട, കുടുസാക്കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി. അപ്പൊ ഞങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഞാൻ ഈ ചൊന്നത് എല്ലാവർക്കും മാഫ് കൊടുക്കണമെങ്കിൽ വിശാല മനസ്സിന്റെ സുബൈത്തെ ക്ലാസ് ഞാൻ ചൊന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ മദീനത്ത് പോയപ്പോൾ പഠിപ്പാട്ടിയ 3 കാര്യങ്ങൾ നിങ്ങൾ എന്തിനാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് നിങ്ങൾ എല്ലാവരും സലാം ചൊല്ലും, എല്ലാവരും കാണുമ്പോൾ സമാധാനത്തെ സന്ദേശം ഇങ്ങനെ ചൊല്ലണം, ശാന്തി എല്ലാവർക്കും കട്ട്, എല്ലാവർക്കും ശാന്തി കട്ടെന്ന് ചൊന്നിട്ട് ഇങ്ങനെ വാർക്കണം, സലാം ചൊല്ലണം. പിന്നെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം, പിന്നെ കുടുംബ ബന്ധങ്ങൾ ചേർക്കണം. ഇത് ചൊന്ത് ഫസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നെ. അവിടെ കലുഷിത്ത വാതാവരണമാണ്, ഒന്നും സമയമില്ല, എല്ലാവരും പരസ്പരം മുഖ തെറ്റിയിട്ട് നടന്നുകൊണ്ടുള്ളേ, ഞങ്ങളെല്ലാം ഒന്ന് സമാക്കണം. പിന്നെ ചൊന്ത് വസല്ലു ബില്ലൈലി വന്നാസു നിയാം. ലാസ്റ്റ് 4ാമത് ചെന്നുകൊണ്ടുള്ള നിങ്ങൾ എല്ലാവരും ജവാബ് നിസ്കരിക്കറോ, ഇഖ്ലാസോടെ പഠിച്ചോളൂ, പിന്നെ നിസ്കരിക്കറോ, തദ്ഖുലുൽ ജന്നത ബിസലാം. അപ്പൊ ഈ ചൊന്നെങ്കത്തെ 3 കറക്റ്റ് ആക്കുക. അവിടെ അള്ളാഹുള്ള ഹക്ക് നിങ്ങൾ കൊടുക്കറോ, സൃഷ്ടികളുടെ ഹക്ക് ശരിക്കും പാലിക്കണമെങ്കിൽ ഒക്കെ ഉണ്ടായെങ്കിൽ മാത്രം ഖാലിഖായ റബ്ബുടെ ഹക്കവന് സ്വീകരിക്കണമെന്ന് ചൊല്ലുന്ന ഏറ്റവും വലിയ പാടാണ്. മദീനത്ത് പോയി കാലുകുത്തിയ ഉടനെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു ഗുണം അതാണ്, എല്ലാവർക്കും മാഫ് കൊടുക്കണമെങ്കിൽ നല്ല ഗുണം ഞാൻ അവസാനിപ്പിക്കട്ടെ. 2ാമത്തത്, ഒരാളെയും ഇൻസൾട്ട് ആക്കോ തീരാൻ ചൊല്ലത് ഭയങ്കര ഗുണമാണ്. ഒരാളെയും ഇൻസൾട്ട് ആക്കലെ, താത്രയെ മേൽ പേര് ചൊന്ന് വിളിക്കൽ, അങ്ങനത്തെ കുറേ ആൾമാരുള്ള അത് വളരെ മോശപ്പെട്ട വിഷയമാണ്. ആർക്കും മേൽ പേര് ചൊന്ന് വിളിക്കൽ ഇഷ്ടമേ അല്ല. അവൻ്റെ പോയി കേൾക്കുന്നു, വിളിക്കപ്പെട്ട ആളൊട്ടി എനിക്ക് ബേജാറായിട്ട്, അവൻ ഗ്യാരണ്ടി ചൊല്ലുന്ന എനിക്ക് ബേജാറായിട്ട്. അപ്പൊ പിന്നൊരുത്തരം മനസ്സ് ഞാൻ നൊമ്പലാക്കിയിട്ട് സ്വർഗത്ത് പോകുക അവളുടെ നക്കുണ്ടാ ചൊന്നുകൊണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നൊരുത്തരം മനസ്സ് നൊമ്പലാക്കിയിട്ട് നിനക്ക് സ്വർഗത്ത് പോകുക ആവുള്ള എഴുതി വെക്കാം, 100-110 ഗ്യാരണ്ടി. അപ്പൊ ഞാൻ ചെല്ലോ, ഞാൻ ഭയങ്കര ആളല്ല, എന്ത് ചൊന്നിട്ട് കാര്യമില്ല, അതല്ലേ നിങ്ങൾ എപ്പോഴും ചൊന്നുകൊണ്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയത് മാത്രം. അതുകൊണ്ട് ഞാൻ സുബൈത്തെ ക്ലാസ് പറഞ്ഞുകൊണ്ട് 1 ഗಂಟೆ നിങ്ങൾ ഇങ്ങനത്തെ വിഷയമാണ് ചൊല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേതാണ് ദീൻ. അപ്പൊ ഈ നൊമ്പറാക്കിയിട്ട് സ്വർഗത്ത് പോകുക അവിടെ ഇല്ല. അതുകൊണ്ട് ഇൻസൾട്ട് ആക്കണ്ട, മേർ പേര് ചൊന്നിട്ട് വിളിക്കണ്ട. ഞാനൊരു പക്ക ഗൾഫിടെ വന്നപ്പോൾ എന്തോ ഒരു സാധനം കൊടുക്കുക, ഒരാൾ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ അയാളെ പേരുണ്ട്. അങ്ങനെ പോയിട്ട് ഒരു റിക്ഷ ഒരാളൊട്ടി കേട്ടെ, ഇന്ന ആളെ പേര് മാത്രം ചൊന്നത്. അപ്പൊ അയാൾ നണ്ടൊട്ടി ചൊന്നത് ഏത് ആറുവാട്ടോ ഒരാളെ പേര് ഉദാഹരണം നക്കെ തല വെച്ചെത്തി ഇതാരെന്നാ ചൊല്ലി. അപ്പ അവിടെ ചെല്ലേ, അവിടെ കുറെ ആളുണ്ട്, ഓരോരുത്തർക്ക് ഓരോ പേരുണ്ടോ, എല്ലാം മേൽപ്പേർ മനുഷ്യന്മാർ വെച്ചത് നോക്കുമ്പോൾ അവിടെ എല്ലാവർക്കും മേൽപ്പേർ വെച്ചോണ്ടാ. അതൊരു ഹോബി മനുഷ്യന്മാർക്ക്, ഒരു കൊസി. പിന്നൊരുത്തർ ഇൻസൾട്ട് ആക്കടെ, മേൽപ്പേര് വെക്കടെ പാടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നൊരാളെ മേൽപ്പേര് ചൊന്നിട്ട് ഇൻസൾട്ട് ആക്കോ തീറ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ഗുണം. ഏതുവരെ വന്നുണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുപ്പെടുക്കടെ ഖാദിമാണ്, മിസ്വാക്ക് കൊമ്പോണ്ട ഖാദിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ യാത്ര പോകുമ്പോൾ ഒതുകൂടെ തണ്ണി കൊടുക്കുന്ന വലിയ ഖാദിമാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. വലിയ ഖുർആൻ പണ്ഡിതനാണ്. അയാൾ ചെറിയ ആളുണ്ട്, അയാൾ കാല് ഭയങ്കര സ്കൾട്ടാണ്. അങ്ങനെ ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറാക്ക് മിസ്വാക്ക് എടുക്കുകയും ഇങ്ങനെ മറത്തിൽ പറ്റിയപ്പോൾ അയാളെ കാലെല്ലാവരും കണ്ടെത്തു. അത് ഇങ്ങനെ ഇത്ര സ്കൾട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചിരിച്ചാറ്, കണ്ടിട്ട് ഒരു ചിരി, എല്ലാവരും ചിരി വന്നു. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടിട്ട് അവിടെ ചിരി കോത്തിയറ. എന്തേ ഈ കാലിന്റെ വയ്ക്ക് നിങ്ങൾക്ക് കുന്തുണ്ടാ, നാളെ
മീസാന്റെ തട്ടിൽ ഉഹുദ് പർവ്വതത്താട്ടി വലിയ ഭാരമുള്ള കാലാണ് ഈ രണ്ട് കാൽ. അതുകൊണ്ട് ഈ കാലിന്റെ നിങ്ങൾ തമാശാക്കണ്ട, ഈ കാലിന്റെ നിങ്ങൾ ഇൻസൾട്ട് ആക്കണ്ട എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഇങ്ങനത്തെ നേതാവാണ് പ്രിയപ്പെട്ട സഹോദരന്മാർ. അതുകൊണ്ട് റബീഉൽ അവ്വലിന്റെ ഏറ്റവും വലിയ സന്ദേശം, ഏറ്റവും വലിയ മഹബത്ത് എന്തിനുകൊണ്ടുണ്ട്? അത്തഖല്ലുഖു ബി അഖ്ലാഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നാളും റേലക്കോടുന്നു, എല്ലാ നാളും റേലക്കോട് വർഷത്തിലൊക്കെ റേലക്ക ചിന്ത അതല്ല. നക്കെല്ലാ നാളിലും മഹബത്ത് വെക്കോ. വർഷപൂർത്തി 300 ചില്ലാറ നാൾ ഞാൻ മഹബത്തിലാണ്. എങ്ങനെ ഓരോ സുന്നത്തും ഞാൻ ഫോളോ ആക്കിക്കൊണ്ടുള്ള, എങ്ങനെ ഫോളോ ആക്കിയത് കൊണ്ടുണ്ട? കൽബുടെ വന്നിട്ടുള്ള ഫോളാണ്, മഹബത്ത് കൊണ്ടുള്ള ഇത്തിബാണ്. അത് ഭയങ്കര ടേസ്റ്റാണ്. അല്ലെങ്കിൽ പോലീസിനെ ഫോളോ ആക്കിയ പോലെ ഞാൻ പള്ളി പറഞ്ഞു ബന്ധുകാർ വെച്ച പോയ വന്ന് എത്തിക്കുന്നു അല്ലെങ്കിൽ ആരോ ചന്ദ്രാറങ്ങ. അതല്ല, പോലീസിനെ കാണുമ്പോൾ ബെൽറ്റല്ല ഇട്ട ഭയങ്കര അനുസരണം ചൊല്ലും. പക്ഷെ മഹബത്തില്ല, അവിടെ പിസപ്പാടില്ല. പിസപ്പാട് കൊണ്ടുള്ള മഹബത്ത് ഇത്തിബാ അത് ഭയങ്കര ബിസിയാണ്. 300 ചില്ലാറ നാൾ നാനൊരു മുഹിബാവുടെ, നാനൊരു മഹബത്ത് ആളാവുടെ. എങ്ങനെ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകൾ ഞാൻ പാലിക്കുന്നു. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, നബി